രജിസ്റ്റർ ഓഫീസിൽ ആദ്യമെത്തിയത് മീനുവും വീട്ടുകാരായിരുന്നു. മീനുവിന് വല്ലാത്തൊരു ടെൻഷനുണ്ടായിരുന്നു. കാരണം ജയയുടെ അമ്മയ്ക്ക് ഇതുവരെ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവരിതുവരെ തന്നെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവർ തന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ഓർത്തുള്ള ടെൻഷനായിരുന്നു. മീനുവിൻ്റെ മുഖത്ത് ടെൻഷനുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ ചോദിച്ചു, എന്തു പറ്റി മോളെ? എൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നല്ലോ. ആ, അത് പിന്നെ കല്യാണമല്ലേ അമ്മ, അതിൻ്റെ ഒരു ടെൻഷനാണ്. ഞാൻ ചെറുക്കനെ കണ്ടിട്ടില്ല. എങ്ങനെയാ, സുന്ദരനാ? അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ അമ്മേ, ആ നല്ല സൗന്ദര്യമുണ്ട്, ഏട്ടൻ തമാശ പോലെ പറഞ്ഞു. കളിയാക്കൊന്നും വേണ്ട, സുന്ദരനാ അമ്മേ. മീനു അല്പം കൊഞ്ചിയതുപോലെ അങ്ങ് പറഞ്ഞു. ചെക്കൻ കാണാനൊക്കെ കൊള്ളാമേ, പിന്നെ കൊള്ളാതിരിക്കോ? ഇവളെക്കാൾ 8 വയസ്സിന് ചെറുതാവൻ. 32 വയസ്സേ പ്രായമുള്ളൂ. കിളവനൊന്നും അല്ലല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ സൗന്ദര്യം കാണില്ലേ? മീനു മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി. ഇവർ പറഞ്ഞിരുന്നു നിന്നേക്കാളും പ്രായം കുറവാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് മോളുടെ അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേ? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ മീനു ഒന്ന് പതറി. ഇത്രയും നാളായിട്ടും ആ ചോദ്യം താൻ കേട്ടിട്ടില്ല. അവനെന്നെ ഇഷ്ടമായി, അത്രയേ ഉള്ളൂ അമ്മ. കൂടുതലായിട്ടൊന്നും അമ്മ ചോദിക്കുകയും നിന്നില്ല. അപ്പോഴേക്കും ജയയുടെ വണ്ടി എത്തി. ജയും അച്ഛനും അമ്മയും കാറിൽ നിന്നിറങ്ങി. ജയയുടെ മുഖത്തും നല്ല ടെൻഷനുണ്ടായിരുന്നു. മീനുവിൻ്റെ ഏട്ടന്മാരെക്കുറിച്ച് ഓർത്തായിരുന്നു അത്. മോളെ, അവരെത്തി, ഇറങ്ങാൻ നോക്ക്, അമ്മ പറഞ്ഞു. 2 കൂട്ടരും പരസ്പരം ഒന്ന് നോക്കി. മീനുവിനെ ആദ്യമായി അന്നാണെങ്കിലും അമ്മയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ, ദേഷ്യം പതിയെ കുറഞ്ഞു തുടങ്ങി. കരുതിയതുപോലെയല്ല, ഇവൻ പറഞ്ഞതുപോലെ തന്നെ സുന്ദരിയാണ്. അത്ര വലിയ പ്രായം കാണുമ്പോൾ തോന്നുന്നുമില്ല. അമ്മയ്ക്ക് ഒരല്പം ആശ്വാസമായി. 2 കൂട്ടരും പരസ്പരം ഒന്നും സംസാരിക്കാതെ മുഖത്തോട് മുഖം നോക്കി കുറച്ചു നേരം അങ്ങ് നിന്നു. ആ മൗനം അവിടെ തളം കെട്ടി നിൽക്കുമ്പോൾ അതിനെ ഒഴിവാക്കാനായി അർജുൻ സംസാരിച്ചു. വരൂ, അകത്തേക്ക് പോവാം അല്ലേ? ആ, പോവാം. മീനു തെല്ലൊരു ഭയത്തോടെ ജയയുടെ അമ്മയെ ഒന്ന് നോക്കി. തന്നെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു മീനുവിന്. തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവൾ. അങ്ങനെയൊക്കെ ആയിരിക്കും തന്നെക്കുറിച്ചുള്ള അവരുടെ ധാരണയെന്ന് മീനുവിന് മനസ്സിലായി. എങ്കിലും മീനു അമ്മയെ ചെന്ന് കണ്ട് കാൽ തൊട്ട് വന്ദിച്ചു. അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മീനുവിൻ്റെ ആ പെരുമാറ്റം ജയുടെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു കോടീശ്വരി, എന്നിട്ടും അവൾ തൻ്റെ കാൽ തൊട്ട് വന്ദിച്ചപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. നന്നായി വരും മോളെ എന്നമ്മ മറുപടി പറഞ്ഞു. അത് മീനുവിന് ഒരല്പം ആശ്വാസം നൽകി. കരുതിയതുപോലെ അത്ര വലിയ എതിർപ്പൊന്നുമില്ലെന്ന് ആ ഒരു വാക്കിൽ നിന്ന് മീനുവിന് മനസ്സിലായി. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി രജിസ്റ്റർ ഓഫീസിൻ്റെ അകത്തേക്ക്. മീനുവിൻ്റെ ഏട്ടന്മാരെല്ലാം മൗനത്തിൽ തന്നെയായിരുന്നു. ജയ് അവരുടെ നോട്ടത്തിൽ അല്പം പതറി. തുറിച്ചുള്ള നോട്ടം. അനുവാദമില്ലാതെ തൻ്റെ കുടുംബത്തിലേക്ക് കയറുന്നവൻ എന്ന രീതിയാണ് അതിനർത്ഥമെന്ന് ജയ്ക്ക് തോന്നി. മറ്റൊന്നും ചിന്തിച്ചില്ല. രജിസ്ട്രാറുടെ മുന്നിൽ വിവാഹത്തിനായി ഒരുങ്ങി. ഒരൊപ്പുവെക്കൽ, പിന്നീട് ഒരു താലിചാർത്തൽ. വിവാഹമെന്ന പ്രക്രിയ അവിടെ അവസാനിച്ചു. പരസ്പരം അധികം ആരും ഒന്നും സംസാരിക്കാതെ സാക്ഷികളും ഒപ്പുവെച്ച് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവരിറങ്ങി. മീനു ജയും വിവാഹിതരായി. മൗനം തളം കെട്ടി നിന്നുകൊണ്ട് ഒരു വിവാഹാഘോഷം. ആർക്കും ഒന്നും പറയാനില്ലാത്ത നിശബ്ദമായ ചില പ്രവൃത്തികൾ മാത്രം.
അതുകൊണ്ട് മാത്രം കഴിഞ്ഞുപോയ ഒരു വിവാഹം. അതായിരുന്നു ജയുടെയും മീനുവിൻ്റേതും. രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി നിന്നതിനു ശേഷം മീനു ജയെ ഒന്ന് നോക്കി. തങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിവാഹം നടന്നു. പക്ഷെ ഇരു വീട്ടുകാരുടെ മുഖത്തും സന്തോഷമില്ല. എല്ലാവരും മൗനത്തിൽ തന്നെ. ആർക്കും ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. കാരണം കഴിഞ്ഞത് ഒരു വിവാഹമായിരുന്നു. എന്നിട്ട് പോലും ആർക്കും ഒന്നും സംസാരിക്കാനില്ല. മീനു തൻ്റെ ഏട്ടന്മാരെയും ഒന്നുകൂടി നോക്കി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നറിയാൻ വേണ്ടി. മീനുവിൻ്റെ ആ നോട്ടത്തിൽ അവൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വല്യേട്ടന് തോന്നി. അതുകൊണ്ട് തന്നെ വല്യേട്ടൻ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു ഏട്ടാ. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് സദ്യയല്ലേ? അതെ. അപ്പോൾ ഇന്നെല്ലാവർക്കും വീട്ടിൽ നിന്ന് കഴിക്കാം, എന്നിട്ട് പിരിയാം അല്ലേ? ആ ശരി ഏട്ടാ. അല്ലേ ജയ്, വീട്ടിൽ നിന്ന് കഴിക്കാമല്ലേ? അല്ല, വേണമെന്നില്ലല്ലോ. പിന്നെ സദ്യക്കുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പോൾ 10 മണിയല്ലേ ആയുള്ളൂ. സദ്യക്കിന് ഒരുപാട് സമയമുണ്ടല്ലോ. വിവാഹമല്ലേ, അപ്പോൾ ഒരു വിവാഹ സദ്യ വേണ്ടേ? അല്ല, അത് വേണം. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അല്ലേ? വിവാഹം കഴിഞ്ഞ് ഇവളിപ്പോൾ വിവാഹം രഹസ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങൾ? ആ അതെ. എൻ്റെ വീട് പിന്നെ വളരെ ചെറുതാണ്. അതൊരു വാടക വീടാണ്. അതിനുള്ളൊരു സൗകര്യവും ഇല്ല. അതുകൊണ്ട് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. എന്തായാലും സദ്യയും കഴിച്ച് പിരിയാം അല്ലേ? അച്ഛനെയും അമ്മയെയും വല്യേട്ടനൊന്ന് നോക്കി. നമുക്ക് പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ പോവാം അല്ലേ? നമ്മളൊന്നിരുന്ന് സംസാരിക്കുമ്പോഴേക്കും ഉച്ചയായിക്കോളും. ഇനി മുതൽ നമ്മൾ കുടുംബക്കാരല്ലേ? അതെ. അപ്പോൾ സദ്യ വീട്ടിൽ നിന്ന് കഴിക്കാം. എന്നാൽ പിന്നെ ജയ് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വാ. തനിക്ക് വീടറിയാവോ ഇവളുടെ? ഇല്ല, അറിയില്ല. കണ്ടിട്ടില്ല? ഇല്ല. ഒരു പെണ്ണിനെ കെട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് അവളുടെ വീട് എവിടെയാണെന്നെങ്കിലും അന്വേഷിക്കണ്ടേ? അത് പിന്നെ സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാനന്ന് അന്വേഷിച്ചില്ലായിരുന്നു. താനത് അന്വേഷിച്ച് കാണില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ താൻ പുറകെ വാ. ഓക്കെ അല്ലേ? ഓക്കെ, വരാം. മീനു ജയ്യെ ഒന്ന് നോക്കി. ഇനി ഒരു വർഷം പതറാതിരിക്കണം എന്നാ നോട്ടത്തിന് ഒരർത്ഥമുണ്ടായിരുന്നു. അപ്പോൾ പോവല്ലേ? പോവാട്ടോ. പരസ്പരം കണ്ണുകൾ കൊണ്ട് മാത്രം സംസാരിക്കുകയായിരുന്നു അവരെന്ന് അവർക്ക് തോന്നി. മീനുവിൻ്റെ ഓരോ നോട്ടത്തിൻ്റെയും അർത്ഥം ജയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 2 കൂട്ടരും കാറിൽ കയറി കൊട്ടാരം വീട്ടിലേക്ക്. മീനുവിൻ്റെ വീടിൻ്റെ ഗേറ്റെത്തിയപ്പോൾ തന്നെ ജയ് ഒന്ന് അന്താളിച്ചു. മീനു ഒരു കോടീശ്വരിയാണെന്ന് ജയ്ക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അവളുടെ വീട് കണ്ടതോടെ അവൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു കോടീശ്വരിയാണെന്ന് ജയ്ക്ക് തോന്നി. അത്രയും ആർഭാടകരമായ ഒരു വീട്. വീട്ടുമുറ്റം കണ്ട് തന്നെ ജയ്യും വീട്ടുകാരും ഒന്ന് നെട്ടി. ജയ്യുടെ പപ്പയും അമ്മയും ജയ്യെ ഒന്ന് നോക്കി. മകൻ പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഒന്ന് കരുതിയില്ല. ഇങ്ങനെയൊരു ബന്ധം. ജയ്യുടെ പപ്പയ്ക്കും അമ്മയ്ക്കും വല്ലാത്തൊരത്ഭുതം. മീനുവിനെ പോലൊരു പെണ്ണ് എങ്ങനെ തൻ്റെ മകൻ്റെ ഭാര്യയായി? സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു വീട്. അതായിരുന്നു മീനുവിൻ്റേത്. ആർഭാടത്തിൻ്റെ അവസാന വാക്കാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നൊരു വീട്. ജയ്യൊന്നും മിണ്ടിയില്ല.
അമ്മ അതിൻ്റെ അന്താളിപ്പിൽ തന്നെ നിൽക്കുന്നത് ജയ്ക്ക് മനസ്സിലായി. വല്യേട്ടൻ അർജുൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, അകത്തേക്ക് പോവാം. അവരുടെ ക്ഷണം സ്വീകരിച്ച് അവർ വീടിനകത്തേക്ക് കയറി. വീട്ടിനകത്ത് ഒരുപാട് ജോലിക്കാർ. ആദ്യം ജയ് കണ്ടത് അത്രയും ജോലിക്കാരായിരുന്നു. എല്ലാ കാര്യവും ചെയ്യാൻ കൃത്യമായ ജോലിക്കാരുണ്ട്. വീടിൻ്റെ ഓരോ മുറിയും തങ്ങളുടെ വീടിൻ്റെ 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് ജയ്ക്ക് തോന്നി. അങ്ങനെയൊരു വീട്, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൊട്ടാരം തന്നെ. ജയും ഒരു നിമിഷം ചിന്തിച്ചു, ഇതുപോലൊരു പെണ്ണ് എങ്ങനെ തൻ്റെ ഭാര്യയായി? ദൈവനിശ്ചയം അതായിരിക്കും. പിന്നെ 1 വർഷത്തേക്കല്ലേ എന്ന് ജയ് മനസ്സിലങ്ങ് ആശ്വസിച്ചു. വീട് കണ്ട് അന്താളിച്ചു നിൽക്കുന്ന ജയ്യുടെയും വീട്ടുകാരുടെയും അടുത്തേക്ക് മീനു എത്തി. അമ്മയ്ക്കും അച്ഛനും വീടൊക്കെ ഇഷ്ടമായോ? മീനു ചോദിച്ചു. മീനുവിൻ്റെ ആ ചോദ്യം കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. ഇതുപോലൊരു വീടൊക്കെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല മോളെ എന്ന് അമ്മ മറുപടി പറഞ്ഞു. അമ്മയുടെ ആ മോളെ വിളി മീനുവിന് ഭയങ്കര ഇഷ്ടമായി. താൻ കരുതിയതുപോലെ എതിർപ്പുകളൊന്നുമില്ല എന്ന് മനസ്സിലായി. പേര് പോലെ കൊട്ടാരം തന്നെയാണല്ലോ വീട്. ജയ് ഒരു കമൻ്റ് അടിച്ചു. അത് പിന്നെ കാരണവർക്ക് സ്വത്തൊക്കെ ഉണ്ടായാൽ അങ്ങനെയൊക്കെ ഇരിക്കും, അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ മീനു അല്പം തമാശയായിട്ട് പറഞ്ഞു. ഇതിപ്പോൾ കിട്ടിയ വീടൊന്നല്ല, പണ്ടേ ഉള്ള വീടാ. അപ്പോൾ മോള് പണ്ടേ കോടീശ്വരിയാണോ എന്നായി അമ്മയുടെ ചോദ്യം. അല്ല മോളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ അമ്മേ, ചോദിക്ക്.